English online class. Welcome all. Next topic, that is View of the World. It is a poem written by Michael Jackson and Lionel Richie Jr. Okay, View of the World. നമുക്കടുത്ത് തുടരാം. അടുത്തൊരു പദ്യമാണ്, കവിതയാണ്. കവിതാ ശകലം കൊടുത്തിട്ടുണ്ട്. വി ആർ ദ വേൾഡ്, നമ്മളാകുന്നു ലോകം. എഴുതിയുള്ളത് മൈക്കൽ ജാക്സൺ. All of you know that. All of you know about him very well. He is a break dancer. Okay. And Lionel Richie, he is an American singer and also songwriter, musician and record producer and also a actor. Who? Lionel Richie. Then Michael Jackson, also a singer, then dancer, actor, songwriter and also a good dancer. Okay, all of you know that. Okay, so anyway we can go through it. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞ് എന്തായിരുന്നു? വി ആർ ദ വേൾഡ് എന്നുള്ള ഭാഗം, നമ്മളാകുന്നു ലോകം. എഴുതിയുള്ളത് മൈക്കൽ ജാക്സൺ ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ പാട്ടുകാരാണ്, അതോടൊപ്പം തന്നെ അമേരിക്കൻ എഴുത്തുകാരനും ആണ്. ഓക്കെ, വരികൾ എഴുതുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഡാൻസറാണ്, അഭിനേതാവ് കൂടിയാണ്. അതുപോലെ തന്നെയാണ് ലിയണൽ റിച്ചിയും അതുപോലെ തന്നെയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ പാട്ടുകാരനാണ്, നല്ലൊരു പാട്ട് എഴുതുന്ന ആളാണ്, അതോടൊപ്പം തന്നെ സംഗീതജ്ഞനുമാണ്. ഓക്കെ, ഒരു അഭിനേതാവ് കൂടിയൊക്കെയാണ് നമ്മുടെ ലിയണൽ റിച്ചി. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ വി ക്യാൻ ഗോ ത്രൂ ദ പോം. കവിതയുടെ കടന്നു പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ. There comes a time when we heed a certain call, when the world must come together as one. There are people dying, and it is time to lend a hand to life, the greatest gift of all. We can go on pretending day by day that someone somewhere will soon make a change. We all are a part of God's great family, and the truth, you know, love is all we need. There comes a time when we heed a certain call. Heed, pay attention to, ശ്രദ്ധ നൽകുക. Okay, there comes a time when we heed a certain call. ഒരു വിളി കേൾക്കുമ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കേണ്ട സമയം ഇതാ എത്തിയിരിക്കുന്നു. When the world must come together as one. ലോകം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്, ആ വിളി കേൾക്കുന്ന സമയത്ത് ആ വിളിയിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിച്ച് നിൽക്കണം. There are people dying. ഇങ്ങനെയുള്ള ലോകത്ത് നമുക്കറിയാം ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. And it's time to lend a hand to life. അത്തരത്തിൽ ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്കെതിരെ lend a hand, കൈകൾ നീട്ടുക, to a life, ജീവിതത്തിലേക്ക് ഒരു കൈകൾ നീട്ടുക, സഹായഹസ്തം നീട്ടുക, അതിനുള്ള സമയമാണ് ഇപ്പോൾ. The greatest gift of all. അപ്പം നിങ്ങൾ എന്ത് വലിയ വിലപിടിപ്പുള്ള സമ്മാനം അല്ലെങ്കിൽ പ്രസൻറ്റ് നൽകിയിട്ടും കാര്യമില്ല. അപ്പം അതിനേക്കാളൊക്കെ വലിയ ഒരു മഹത്തായ സമ്മാനം തന്നെയാണ് ഇത്. എന്ന് വെച്ചാൽ ആളുകൾ പ്രയാസത്തിൽ അനുഭവപ്പെടുമ്പോൾ, പ്രയാസത്തിൽ ബുദ്ധിമുട്ടിൽ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് ഒരു സഹായഹസ്തം നീട്ടുന്നത് വലിയ കാര്യമായിരിക്കും. വി ക്യാൻ ഗോ ഓൺ പ്രിറ്റൻഡിങ് ഡേ ബൈ ഡേ. അങ്ങനെ ചെവി കേൾക്കാതെ നമുക്ക് പ്രിറ്റൻഡിങ്, അഭിനയിക്കുക, ദിവസം ചെല്ലും തോറും നമുക്ക് അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. That someone somewhere will soon make a change. ആരോ, someone, ആരോ, somewhere, എവിടെയോ, will soon make a change. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കും. We all are a part of God's great big family. ദൈവത്തിൻ്റെ ആ വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം എല്ലാവരും. And the truth, you know, love is all we need. ഒരു സത്യം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എല്ലാ ആളുകളും സ്നേഹം അവർക്ക് അനിവാര്യമാണ്, അവർ ആവശ്യപ്പെടുന്നുണ്ട്, അവർക്ക് അത് ആവശ്യമുള്ളതാണ്. സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ. വി ആർ ദ വേൾഡ്, വി ആർ ദ ചിൽഡ്രൻ. നമ്മളാകുന്നു ലോകം, നമ്മളാകുന്ന ഈ കുട്ടികളാകുന്നു ഈ ലോകം. അപ്പോൾ അവിടെ കുട്ടികളുണ്ടാവും, എല്ലാ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും, വേറെ കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ വൃദ്ധരുണ്ടാവും. അങ്ങനെ ഒത്തിരി വ്യത്യസ്ത പ്രായക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതിനാണ് നമ്മുടെ ഈ ലോകം, നമ്മളാകുന്നു ലോകം. വി ആർ ദ വൺസ് ഹു മേക്ക് എ ബ്രൈറ്റർ ഡേ.
നമ്മളുള്ള ഓരോ ആളുകളെ ഇത്തരത്തിൽ ചിന്തിക്കേണ്ടത് എന്ത്? ബ്രൈറ്റർ, പ്രകാശപൂരിതമാക്കുക, നല്ല രീതിയിൽ കൊണ്ടുവരിക. ദിവസത്തെ നല്ല രീതിയിൽ പ്രകാശപൂരിതമാക്കാൻ സഹായിക്കുന്നത് നമ്മൾ തന്നെയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗിവിങ്. അപ്പോൾ നമുക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ദർ ഇസ് എ വോയിസ് വി ആർ മേക്കിംഗ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ശബ്ദവും, കൈകൾ നൽകുന്ന ഓരോ ശബ്ദവും അവിടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അവിടെ എന്തുണ്ട്? ദർ ഇസ് എ ചോയ്സ്. നമുക്കവിടെ തിരഞ്ഞെടുക്കലുണ്ട്. വി ആർ സേവിങ് അവർ ഓൺ ലൈഫ്സ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ജീവനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരുപക്ഷെ രക്ഷിക്കുക, സംരക്ഷിക്കുക. ഇറ്റ് ഈസ് ട്രൂ, വി വിൽ മേക്ക് എ ബെറ്റർ ഡേ. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളുടെ ജീവിതം രക്ഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതം കൂടിയാണ് സംരക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ഉടപ്പിറപ്പുകളാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ഇറ്റ് ഈസ് ട്രൂ, വി വിൽ മേക്ക് എ ബെറ്റർ ഡേ. അതിലൂടെ നമ്മൾ നല്ലൊരു ദിവസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് യു ആൻഡ് മീ, നിങ്ങളിലൂടെയും എന്നിലൂടെയുമാണ് ആ നല്ല ദിവസങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. സെൻഡ് ദം യുവർ ഹാർട്ട് സോ ദേ വിൽ നോ ദാറ്റ് സം വൺ കെയേഴ്സ്. അങ്ങനെ അവരുടെ കരങ്ങളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ എത്തുമ്പോൾ, സഹായത്തിൻ്റെ കരങ്ങൾ എത്തുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആരൊക്കെയോ തങ്ങളെ പരിപാലിക്കാൻ, കെയേഴ്സ് അല്ലേ, പരിപാലിക്കുക, നോക്കുക, പരിപാലിക്കാൻ ഉണ്ട് എന്നുള്ള ബോധം അവരിൽ ഉളവാകും. ആൻഡ് ദെയർ ലീവ്സ് വിൽ ബി സ്ട്രോങ്ങർ ആൻഡ് ഫ്രീ. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതം ശക്തവും സ്വതന്ത്രവുമാകുന്നു അല്ലേ? കാരണം തങ്ങൾക്ക് ആരൊക്കെ നോക്കാനുണ്ട്, സംരക്ഷിക്കാൻ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ബോധം, ഒരു വിശ്വാസം അവരിൽ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതം ശക്തിപ്പെടുകയും സ്വതന്ത്രവുമാകുന്നു. ആസ് ഗോഡ് ഹാസ് ഷോൺ us by turning stone to bread, so we all must lend a helping hand. ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ലേ, ദൈവം എന്ത് ചെയ്തു? ആ ബ്രെഡിനെ അല്ലേ, ഈ ഒരു ഷോൺ ആസ് ടേണിങ് സ്റ്റോൺ ടു ബ്രെഡ് എന്ന് വെച്ചാൽ സ്റ്റോൺ, കല്ലിനെ അപ്പമാക്കിയതുപോലെ, ദൈവം കല്ലിനെ അപ്പമാക്കിയതുപോലെയുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെ? സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് നിങ്ങൾക്കും മാറ്റങ്ങൾ വരുത്താൻ കഴിയും. കോറസ് പറഞ്ഞാൽ ഏറ്റുപാട്. When you are down and out there seems no hopes at all. അങ്ങനെ നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പ്രതീക്ഷയും ഉണ്ടായിരില്ല, അല്ലെങ്കിൽ ഉണ്ടായി എന്ന് വരില്ല. ബട്ട് ഇഫ് യു ജസ്റ്റ് ബിലീവ് ദർ ഇസ് നോ വേ വി ക്യാൻ ഫോൾ. പക്ഷേ അങ്ങനെ പ്രതീക്ഷയില്ലാതെ യാതൊരു തരത്തിലും നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വീണേക്കാം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ വീണേക്കാം. പക്ഷേ നിങ്ങൾ പതറരുത്. വെൽ കൊള്ളാം, നിങ്ങൾ പതറാതെ, അഴുതെറ്റാതെ, വീഴാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ലെറ്റ്സ് റിയലൈസ് ദാറ്റ് എ ചേഞ്ച് ക്യാൻ ഓൺലി കം വെൻ യു സ്റ്റാൻഡ് ടുഗദർ ആസ് വൺ. അങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി കം വെൻ വി സ്റ്റാൻഡ് ടുഗദർ ആസ് വൺ. ടുഗദർ, ഒരുമിച്ച്, സ്റ്റാൻഡ്, നിൽക്കുക. നമ്മൾ ഒത്തൊരുമിച്ച് കൂട്ടായിട്ട് പ്രയത്നിച്ചാൽ, പരിശ്രമിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചെറിയ ഒരു മാറ്റമെങ്കിലും നമുക്ക് വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് വരിക്കുമ്പോൾ ബെഗേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭിക്ഷക്കാർ വരും, അവരെ ആട്ടിപ്പായിക്കും അല്ലേ? അപ്പം അങ്ങനെ ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം, അത് 1 രൂപയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുത്താൽ വലിയൊരു കാര്യം തന്നെയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സഹായത്തിൻ്റെ, സഹാനുഭൂതിയുടെ ആ ഒരു ഉള്ളടക്കം തുളുമ്പുന്ന ഒരു കവിതയാണ് വി ആർ ദ വേൾഡ്. ഓക്കെ, ഇപ്പോൾ ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചു. ഇനി ഇതിൽ ചോദ്യം കണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, സി വാട്ട് അക്കോർഡിംഗ് ടു ദ ലിറിസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ. കവിതയുടെ അല്ലെങ്കിൽ ഈ സംഗീതജ്ഞരുടെ അഭിപ്രായത്തിൽ എന്താണ് വലിയ മാത്രമായിട്ടുള്ള സമ്മാനം എന്ന് പറയുന്നത്? അവരുടെ അഭിപ്രായത്തിൽ എന്താണ് മാത്രമായ സമ്മാനം എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, ലെൻഡിങ് എ ഹാൻഡ് ടു ലൈഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ. സഹായസ്ഥ നീട്ടുക, അത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്തായ സമ്മാനം. ദാറ്റ് ഈസ് ദ ആൻസർ. ലെൻഡിങ് എ ഹാൻഡ് ടു ലൈഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് വൺ, വൈ ഡു യു തിങ്ക് ദാറ്റ് വി ക്യാൻ ഗോ ഓൺ പ്രിറ്റൻഡിങ് ഫോർ എവർ. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് നമുക്കൊരിക്കലും എപ്പോഴും നമുക്കിങ്ങനെ അഭിനയിച്ച് നടക്കാൻ, കണ്ടില്ല കേട്ടില്ല എന്ന് അഭിനയിച്ച് നടക്കാൻ പറ്റില്ല, കഴിയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? സംവൺ സംവെയർ വിൽ സൂൺ മേക്ക് ചേഞ്ച്. ആരെങ്കിലും
എവിടെയെങ്കിലുമൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടാവും, ചിലരൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരിക്കലും അത് കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പറ്റാത്തത്. കാരണം മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ നമുക്കും ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്. തേർഡ് വൺ, ഇറ്റ് ഈസ് ട്രൂ വി വിൽ മേക്ക് എ ബെറ്റർ ഡേ ജസ്റ്റ് യു ആൻഡ് മീ. തീർച്ചയായിട്ടും ഇത് ശരിയാണ്. നിങ്ങളിലൂടെയും എന്നിലൂടെയും നല്ലൊരു കാര്യം ഉണ്ടാക്കുന്നുണ്ട്, ലോകം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? When we work in perfect unison with others, we will be able to make the world better place to have in. അപ്പോൾ നമുക്ക് നടത്താൻ പറ്റും. നല്ല രീതിയിൽ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ കഴിയാൻ പറ്റും, അല്ലേ? അങ്ങനെ എത്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ലോകത്തിൽ നല്ലൊരു പ്രകാശപൂരിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ ആ മുഖത്ത് കാണാൻ പറ്റുന്നതും അങ്ങനെ മാറ്റങ്ങൾ വരുന്നതും. ഓക്കെ, യെസ്. ഫോർത്ത് വൺ, വെൻ വി വിൽ എ ചേഞ്ച് റിയലി കം അക്കോർഡിംഗ് ടു എ ലിറിസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ വരണം. എങ്ങനെയാണ് ലാസ്റ്റ് മാറ്റം വരേണ്ടത്? ഇങ്ങനെയാണ്, എ ചേഞ്ച് ക്യാൻ ഓൺലി കം വെൻ വി സ്റ്റാൻഡ് ടുഗദർ. മാറ്റാൻ പറ്റും. എങ്ങനെ? അതേ അഭിപ്രായത്തിൽ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നത് എങ്ങനെ? എ ചേഞ്ച് ക്യാൻ ഓൺലി കം വെൻ വി സ്റ്റാൻഡ് ടുഗദർ. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുള്ളൂ. വാട്ട് മൈറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ദ ലിറിസ്റ്റ് ടു സിംഗ് എ സോങ് ലൈക്ക് ദീസ്. എന്താണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വരികൾ എഴുതാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്? എന്തായിരിക്കും? യെസ്, ദ ലവ് ഫോർ ദ മാൻ യെസ് കൈൻഡ്ലി സഫറിങ് പീപ്പിൾ അറൗണ്ട് അസ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്ന സ്നേഹം വേണ്ട ആളുകൾ ഒത്തിരി നമ്മുടെ ചുറ്റുപാടുമുണ്ട്, അല്ലേ? അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുമുണ്ട്. ദ വേൾഡ് ഹാവ് prompted the lyrics to sing a song like this. അപ്പം അങ്ങനെ ആ ആളുകളുടെ ആ ഒരു പ്രശ്നങ്ങൾ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വരികൾ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ദ ലവ് ഫോർ ദ മാൻ. ഓക്കെ, കൈൻഡഡ് സഫറിങ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ഇത്തരത്തിലുള്ള ദയയും മറ്റൊക്കെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. Okay, anyway, our topic, We Are the World, is also over. Okay, by this, our first unit is also over. It contains 4 topics, 2 stories and 2 poems. That's over, completed. Okay. And after that, I give some questions to you. That is, you have to do and send it to our class group or to my personal WhatsApp number. Okay. Anyway, the next day we can continue the new unit, that is unit 2, new topic in the coming online video. Okay. Let's wind up here. All of you, thank you.